നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി നോക്ക് എത്രത്തോളം ആൾക്കാർ വേറെ ഉണ്ട്, എത്ര വിളി വരുന്നുണ്ട്, എത്ര പള്ളികളുണ്ട്, അതിന്റെ കോൺടാക്ട് സോഴ്സ് എന്താണ്, വേറെ കോമ്പറ്റീറ്റർ ആരാണ് എന്നുള്ളതൊന്നും സ്റ്റഡി ചെയ്യാൻ. പക്ഷേ ഇത് നമ്മൾ ചെയ്യാറില്ല. ആ ഒരു പ്രോസസ്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതെടുത്ത് തലയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പണി കിട്ടും. അതിൽ പ്രശ്നം എന്തെന്നറിയോ, ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് ആയിരിക്കും തുടങ്ങുന്നത്, ഇതിനെ സർവൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയതിനകത്തൊന്ന് റവന്യൂ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് രണ്ടും കുളമാവും. ബിസിനസ്സിനകത്തുള്ള റിസ്ക് മിനിമൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ സീരിയസ് ആയിട്ടുള്ള ബിസിനസ് മാൻ കൊല്ലത്തുള്ള പുള്ളി പറഞ്ഞത് റൂൾ ഓഫ് 3C ആണ് ബിസിനസ്സിനകത്ത് എപ്പോഴും നോക്കേണ്ടതെന്ന് പറയുന്നത്. ക്യാപിറ്റൽ, കമ്മ്യൂണിക്കേഷൻ, കോമ്പറ്റീഷൻ. ക്യാപിറ്റൽ നമ്മൾ ബിസിനസ് ഈ പൈസ ഇട്ടാലേ പൈസ വരാൻ പറ്റുള്ളൂ. ഐദർ ഇൻ ദ ഫോം ഓഫ് ടൈം ഓർ ഇൻ ദ ഫോം ഓഫ് മണി. രണ്ടും വേണം. ചിലപ്പോൾ സമയം കൂടുതൽ വേണം, പൈസ കുറച്ച് മതി. ചിലപ്പോൾ പൈസ കൂടുതൽ വേണം, സമയം കുറച്ച് മതി. ഇതിൽ ഉള്ളൂ കോമ്പിനേഷൻ മാറും. ക്യാപിറ്റൽ, കമ്മ്യൂണിക്കേഷൻ, കോമ്പറ്റീഷൻ. ക്യാപിറ്റലോട് ബിസിനസ് തുടങ്ങി, കമ്മ്യൂണിക്കേഷൻ ഞാനിവിടെ ഉണ്ടേ എന്ന് നാട്ടുകാരെ അറിയിക്കുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വം. ഞാനിപ്പോൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനകത്താണ്. ബിക്കോസ് ആ പ്ലേസ് എനിക്ക് ഫെമിലിയർ അല്ല. ഞാൻ അതിനുവേണ്ടി ഒരാളെ റിക്രൂട്ട് ചെയ്ത് ആ ഒരു സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു അറിഞ്ഞാലേ അവിടെ വരുള്ളൂ. മൂന്നാമത്തെയാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനാണ് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ടാലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. ടാലി എന്ന് പറയുന്ന കോഴ്സ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. പക്ഷേ അവിടുത്തെ ചലഞ്ച് എന്താണെന്നറിയോ, എൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഏകദേശം 12,000 rupees 2,000 rupees ടാലി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സോ സാധനം വേറെ. അപ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പാട്ട് എനിക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആവും. സെക്കൻഡ് C, 2C, രണ്ടാമത്തെ C വരുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ചായയുടെ പ്രത്യേകത എന്താണെന്ന് ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ ആ സാധനം വൃത്തിയാണെന്നും ആൾക്കാർക്ക് വാങ്ങിക്കാനും തോന്നുള്ളൂ. അപ്പം റൂൾ ഓഫ് 3C എന്ന് പറയുന്നത് ബിസിനസ് റിസ്കുകൾ അനലൈസ് ചെയ്ത് കുറയ്ക്കാനുള്ള മെത്തേഡ് അത് തന്നെയാണ്. അതർ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ഇതിന് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാറ്. ബിസിനസ് റിസ്കി ആണ്, ബിസിനസ് ഫെയിൽ ആണോ, ഞാൻ 50-50 എന്ത് ചെയ്താലും ബിസിനസ് റിസ്ക് 50-50 ലിമിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരിക്കലും റിസ്ക് 60 താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് സക്സസ് ആയ ശേഷം കുറേ മെക്കാനിസംസ് യൂസ് ചെയ്ത് ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിസ്ക് എപ്പോഴും ഉണ്ട്. പലരും അതെ അല്ല, അപ്പൊ അതിന്റെ റിസ്ക് നമ്മൾ ഈ ബിസിനസിന്റെ കേസിൽ ചവറ സാറ് പക്ഷെ അന്ന് ഓക്കെ. അപ്പം ബിസിനസിന്റെ റിസ്ക് എപ്പോഴും 50-50 ആയിരിക്കും. ഓക്കെ, ഞാൻ അവിടെ തന്നെ ഒരു കാര്യം പറയാം. 50-50 എന്നുള്ള പ്രൊപ്പോർഷനിൽ നിന്ന് കുറയ്ക്കാൻ സാധ്യതയുള്ളത് ഫെയിലിയറിന്റെ 50% റിസ്ക് കുറയ്ക്കാം അവിടുത്തെ. ഉദാഹരണത്തിന് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം തന്നെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ആക്റ്റീവാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇൻഷുറൻസ് സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ അനലൈസ് ചെയ്യുന്ന മൊത്തം ഈ റിസ്കിന്റെ കളിയാണ് ഫുൾ നമ്മൾ ചെയ്യുന്നത്. ഫിസിക്കൽ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, സ്റ്റോക്ക് ഇൻഷുർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിസ്ക് മിനിമൈസേഷൻ. ഓക്കെ, അവിടെയും ഞാൻ പറയുന്നു നമ്മുടെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു കേസ് സ്റ്റഡി പറയാം. ഓച്ചിറയിൽ ശ്രീ ഓച്ചിറ വാസൻ എന്ന് പറഞ്ഞിട്ടൊരു കയർ കച്ചവടം ചെയ്ത ഒരു കക്ഷി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗോഡൗണിനകത്ത് 2 ലോറി നിറച്ചും കയർ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും അതിൻ്റെ ഇരട്ടി സ്റ്റോക്ക്, 2 ലോറി നിൽക്കുന്ന ഇരട്ടി സ്റ്റോക്ക് ഗോഡൗൺ സൂക്ഷിക്കുകയും ചെയ്തത്. ഈ കയർ തീ പിടിക്കും, കയർ കത്തും. ചുമ്മാ ഒരു തീപ്പെട്ടിട്ട് അത് കത്തത്തില്ല. ചുമ്മാ ഒരു തീപ്പെട്ടി ഉറച്ചിട്ടാൽ അത് കത്തില്ല. കാരണം നമ്മൾ പഴയ മാടക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കയർ ഇങ്ങനെ തൂക്കിയിട്ടേക്കും, അതിനകത്ത് തീ കൊളുത്തി ഇട്ടേക്കും സിഗരറ്റ് കത്തിക്കാനായിട്ട്. ഓർമ്മയാണ്, അത് കത്തിപ്പതിക്ക് എരിഞ്ഞെരിഞ്ഞ് വരുള്ളൂ, ഒരിക്കലും അത് കത്തത്തില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഗോഡൗൺ ഫുള്ള് കത്തി, 2 വണ്ടിയും കത്തി. 65 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു, 65 lakhs. ഫോർച്ചുനേറ്റ്ലി ഹി വാസ് ഹാവിങ് ഇൻഷുറൻസ്. അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. പുള്ളിക്ക് ബാങ്കിൽ ഒരു ഓടി ഉണ്ടായിരുന്നു. ഓടി ഫിഗർ 7 ലക്ഷം രൂപയാണ്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു 8 ലക്ഷം രൂപ. 65 ലക്ഷം സ്റ്റോക്കും 8 ലക്ഷം രൂപ ഇൻഷുറൻസും. പുള്ളിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇൻഷുറൻസിന്റെ സം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഫിഗർ 8 lakhs ലിമിറ്റ് ആയത്. ഇതിനെ 65 1 crore ആക്കിയിരുന്നെങ്കിൽ പുള്ളി അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയത്തിനകത്ത് ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കില്ല. വ്യത്യാസം വരും. മേ ബി ഒരു 5,000 അടയ്ക്കുന്നത് ഒരു 12,000 അടയ്ക്കേണ്ടി വന്നേനെ ആയിരിക്കും. മേ ബി അതും ബിസിനസ്സുകാരാണ്, അവർക്ക് എക്സ്പെൻസിൽ എടുക്കാം, ATR ഫയലിലും എക്സ്പെൻസിൽ എടുക്കാം. അത് ഒരു തരത്തിൽ നഷ്ടമാണ് സാധനം. പക്ഷെ പുള്ളി ചെയ്തില്ല, ബിക്കോസ് ഹി വാസ് നോട്ട് അവെയർ ഓഫ് ദാറ്റ്. പ്രശ്നം തെറ്റി കത്തി പോയപ്പോഴത്തേക്കും 65 ലക്ഷം രൂപയും പോയി. അപ്പോൾ 8 ലക്ഷം രൂപ കിട്ടുമോ? 8 ലക്ഷം ഇൻഷുർ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടുമോ? അതാണ് ട്വിസ്റ്റ്. ടോട്ടൽ സമ്മിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫിഗറേ കിട്ടുള്ളൂ. അണ്ടർ ഇൻഷുറൻസ് എന്ന് പറയും സ്റ്റോക്കിന്റെ കേസിൽ. പുള്ളിക്ക് കിട്ടിയത് എൻ്റെ ഓഫീസ് ചെയ്യണേ 1.5-2 ലക്ഷം രൂപയാണ് കിട്ടിയത്. 65 ലക്ഷം സ്റ്റോക്ക് ഉണ്ടായിരുന്നത്
എത്ര കിട്ടി? 2-3 ലക്ഷം, മാക്സിമം 3 കിട്ടിക്കണം. കറക്റ്റ് കുറവാ. അതല്ല, അതിൽ കാര്യം എന്നറിയോ? അത് കാര്യങ്ങൾ പറഞ്ഞത് യെസ്, അത് സാറേ, അത് അവയർനെസ് കുറവായിരിക്കും എന്ന് പറയുമ്പോഴേ ഐ ഡോണ്ട് ബ്ലെയിം ദ ഇൻഷുറൻസ് കമ്പനീസ് ഫോർ ദിസ്. കാരണം സാറിനെ ഞാൻ പറ്റിച്ചു, ഞാനാണോ കുഴപ്പക്കാരൻ, സാറാണോ കുഴപ്പക്കാരൻ?